മുള്ളുകൾക്കിടയിൽ എന്നെ ഉയർത്തുവാൻ മുൾമൂടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരു ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും Catherine, continue. മുള്ളുകൾക്കിടയിൽ എന്നെ ഉയർത്തുവാൻ മുൾമൂടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരു ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും തന്നിടത്താലവൻ ശുദ്ധമാക്കി. മുള്ളുകൾക്കിടയിൽ എന്നെ ഉയർത്തുവാൻ മുൾമൂടി അണിഞ്ഞവൻ വന്നു ചാരേ. തകർന്നൊരു ചിത്തത്തിൻ മുറിവുകൾ ഓരോന്നും തന്നിടത്താലവൻ ശുദ്ധമാക്കി. മാലാഖമാർ പാടി രക്ഷകൻ ഇന്നത്തെ ഞാനും ഏറ്റുപാടി. പാടി രക്ഷകൻ കർത്താവ് ഇന്നത്തെ ഞാനും ഏറ്റുപാടി. കുരിശിൽ മരിച്ചവൻ രക്ഷകനായി തീർന്നവൻ, കുരിശിൽ മരിച്ചവൻ രക്ഷകനായി തീർന്നവൻ, ഉത്ഥാനം ചെയ്തവൻ കർത്താവായി സ്വർഗമഹത്വത്തിൽ ചേർക്കുവാൻ എന്നെയും നിന്നാത്മാവിനെ നൽകി ധന്യമാക്കണേ. സ്വർഗമഹത്വത്തിൽ ചേർക്കുവാൻ എന്നെയും നിന്നാത്മാവിനെ നൽകി ധന്യമാക്കണേ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഭൂസ്വർഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ലോക സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കി മിസ്യോ ടീം നടത്തുന്ന ഈ കോഴ്സിനെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അലിസാൻഡിയെയും എല്ലാ റിസോഴ്സ് അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് യേശുക്രിസ്തുവിന്റെ ജനനം. യേശുക്രിസ്തുവിലൂടെ വന്ന ഈ രക്ഷ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും അനുഭവിക്കുവാനും ആ സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കോഴ്സിലായിരിക്കുന്ന എല്ലാവർക്കും
ഈ രക്ഷയുടെ അനുഭവവേദ്യമാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നിസ്യോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കാറ്റക്കിസം ടീച്ചേഴ്സിനായി സംഘടിപ്പിക്കുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിന്റെ 4ാമത്തെ സെഷനിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ അനുഗ്രഹീത വേളയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വളരെ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച കാതറിൻ മോൾക്കും കോഴ്സിന്റെ വിജയത്തിനായി തീക്ഷ്ണമായ വചനവായനയും പ്രാർത്ഥനയും നടത്തിയ മിനി ജോഷിക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ കോഴ്സിന്റെ കോർഡിനേറ്ററായ സ്നേഹബഹുമാനപ്പെട്ട മാത്യു പുതിയാത്തച്ഛനെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശവും ആശീർവാദവും നൽകാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് KCBC ഡെപ്യൂട്ടി സെക്രട്ടറിയും POC ഡയറക്ടറുമായ റവറൻഡ് ഫാദർ തോമസ് തറയിലാണ്. അച്ഛനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. കോഴ്സിന്റെ വൈൻഡപ്പ് സെഷൻ ചെയ്യുന്നത് പ്രൊഫസർ CC ആലിസൂട്ടി ആന്റിയാണ്. മിസിയോ ഗ്രേറ്റ് ലീഡറായ പ്രിയപ്പെട്ട ആലിസൂട്ടി ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മിസിയോ റിസോഴ്സ് ടീമിനെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ഇന്ന് ക്ലാസ് നയിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കോഴ്സ് ഒരു നവ്യ അനുഭവമാക്കാനായി സൂം പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കാറ്റക്കിസം ടീച്ചേഴ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന് യേശു ഏകരക്ഷകൻ എന്ന ഈ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കാൻ പോവുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2. ഈ സെഷനിൽ പ്രൊക്ലമേഷൻ നടത്തുന്നത് മിസ്റ്റർ ജോൺ തോമസ് ആണ്. ജോൺ ചേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്നും നാം കണ്ടു കഴിഞ്ഞു.
എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെയായ ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. പാപാവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ പരിഹാര മാർഗമാണ് യേശു. ആദ്യ രക്ഷാവാഗ്ദാനം പറുദീസായിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾക്ക് നൽകപ്പെടുന്നു. ഉൽപ്പത്തി 3:15. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദ്യ മാതാപിതാക്കളോട് അനുസരണക്കേട് മൂലം പാവാവസ്ഥയിലായ മനുഷ്യകുലത്തിന് പ്രവാചകന്മാരിലൂടെ രക്ഷാവാഗ്ദാനങ്ങൾ നൽകപ്പെടും. ബൈബിൾ പഴയ നിയമത്തില് 40-ലധികം വ്യക്തമായ പ്രവചനങ്ങൾ എഴുതി കുറിച്ചിട്ടിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ക്രിസ്തുവിന്റെ ജനന മരണ ഉത്ഥാനങ്ങളെ കുറിച്ച്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവം അബ്രാഹാം എന്നൊരു വ്യക്തിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അങ്ങനെ അവനെ തന്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി ദൂരെയുള്ള ഒരു ദേശത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ അബ്രാഹത്തിലൂടെ രൂപം കൊണ്ട ഇസ്രായേൽ ജനതയുടെ ജീവിതത്തില് നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. ഗലാത്യ 4:4. എന്നാല് കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ച് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. സമയത്തിന്റെ ദൈവയിൽ ലൂക്കാസ് സുവിശേഷം 2:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകനായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ തന്നെയാണ് പ്രവാചകന്മാരാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തു എന്ന രക്ഷകൻ എന്ന യേശു സമരക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 4:18-19 യേശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് യേശു സിനഗോഗില്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തുപോയിട്ട് സ്വാതന്ത്ര്യവും. ഇങ്ങനെ തുടരുന്നു. വചനം 21 അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേൾക്കെ തന്നെ ഇത് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. യേശു മനുഷ്യവർഗത്തിന്റെ എല്ലാ പാപങ്ങളും ഏറ്റുവാങ്ങിയ കുഞ്ഞാടാണ്. പാപപൂർത്തിക്കായി കുഞ്ഞാടിനെ ബലി അർപ്പിക്കുന്ന ആചാരം യഹൂദന്മാർക്കുണ്ടായിരുന്നു. യേശു കുഞ്ഞാടായി തന്നെ തന്നെ സമർപ്പിക്കുന്നു മാനവകുലം മുഴുവനു വേണ്ടിയും. ബലി അർപ്പിക്കപ്പെടുമ്പോൾ രക്തവും ചിന്തപ്പെടുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല. എബ്രായർ 9:22. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. വിശുദ്ധ പത്രോസ് എഴുതി, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 1:19-20. യേശു ക്രിസ്തു ദൈവമാണ്. ദൈവം മനുഷ്യനായി വന്നതിന്റെ കാരണം, മനുഷ്യൻ പാപം ചെയ്തതിനാൽ പരിഹാരം ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കണം. എന്നാല് ആ മനുഷ്യൻ പാപരഹിതനുമായിരിക്കണം. പാപരഹിതനെ പാപം ഏറ്റെടുക്കാന് പരിഹാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യരും പാപികളുമാണ്. അതാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അഥവാ
മനുഷ്യനെ ദൈവം നിത്യതയിലേക്കാണ് സൃഷ്ടിച്ചത്. ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനന്തമാണ്, അനന്ത സ്വഭാവമുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു പരിഹാര പ്രവൃത്തി, അനന്ത മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രാപ്തിയോ യോഗ്യതയോ ആദ്യ മാതാപിതാക്കൾക്കില്ല. അനന്തമൂല്യമുള്ള ഏക വ്യക്തി ദൈവമാണ്, ദൈവത്തിന്റെ മൂന്നാളുകളുമാണ്. ഈ മൂന്നാളുകളിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവീക സത്ത എല്ലാ മാറ്റങ്ങൾക്കും അതീതവുമാണ്. അതിനാൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് ദൈവമഹത്വത്തിനും നീതിക്കും യോജിച്ച വിധത്തിൽ പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രിത്വത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ പ്രാപ്തിയുള്ള ഒരു ശരീരത്തോടുകൂടി മനുഷ്യാവതാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളത്വമായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നത്. എബ്രായർ 5:19 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അതിനാല് അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കേണ്ടത് വഴി നാം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനാണ്. യേശു സർവ്വ മനുഷ്യരുടെ രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. യേശു ക്രിസ്തു നൽകുന്ന രക്ഷ സമഗ്രമാണ്. ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും തലത്തില് രക്ഷ നൽകപ്പെടുന്നു. ആത്മാവിന്റെ തലത്തില് പാപത്തിൽ നിന്നുള്ള മോചനം, പാപത്തിന്റെ അടിമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിടുതല്, നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവൻ നൽകുന്നു. മനസ്സിന്റെ തലത്തില് ദുഃഖത്തിൽ നിന്നുള്ള മോചനം, യഥാർത്ഥ സമാധാനം കൈവരുത്തുന്നു, യഥാർത്ഥ സന്തോഷവും. ശാരീരിക ഭൗതിക തലങ്ങളില് സർവ രോഗങ്ങളിൽ നിന്നും സൗഖ്യം നൽകുന്നു. നമ്മുടെ ഈ ലോക ആവശ്യങ്ങളെ സഫലീകരിക്കുന്നു. പാപത്തിൽ നിന്ന് ഒരാളെ യേശു മോചിപ്പിക്കും എന്നതിനർത്ഥം ഒരു പാപം മൂലം ഉണ്ടായ ദുഷ്പ്രവണത അവനിൽ നിന്ന് എടുത്തു കളയുമെന്നാണ്. എടുത്തു കളഞ്ഞ് സ്വന്തമാക്കും എന്നത്രേ. ജയിൽ മോചനായ ശേഷം ഒരുവൻ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതില്ലാത്തതുപോലെ യേശുവിനെ കണ്ടതോടെ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിശാച് ബാധിതരിൽ നിന്നും പിശാച് ഇറങ്ങിപ്പോകുന്ന സുവിശേഷ വിവരണങ്ങള് ശ്രദ്ധേയമാണ്. 1 യോഹന്നാൻ 3:8 ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പാപം ചെയ്യുന്ന എല്ലാവരുടെയും മേലും പിശാചിന്റെ ആധിപത്യം ഉള്ളതിനാല് പിശാചിന്റെ വരുതിയിൽ നിന്ന് യേശുവിന് മാത്രം നൽകാവുന്ന വിടുതല് എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ്. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതർ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായി 8:16. ഭൗതിക ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്. അത് യേശുവിന് മാത്രമേ നൽകാനാവൂ. കാരണം ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനാണ്. പുത്രനെ ഉള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. 1 യോഹന്നാൻ 5:11-12. മനസ്സിനെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുന്നു യേശു. യഥാർത്ഥ സന്തോഷം നൽകുന്നു, യഥാർത്ഥ സമാധാനവും. ആഗ്രഹങ്ങൾ സഫലീകരിക്കാത്തതല്ല, യേശുവിനോടുള്ള ബന്ധം ഇല്ലാത്തതാണ് ദുഃഖത്തിന്റെ മുഖ്യ കാരണം. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചാലും സഫലീകരിച്ചാലും ഇന്നും സന്തോഷം മനുഷ്യൻ അന്യമല്ലേ. യോഹന്നാൻ 15:11. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ കൊടുക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യഥാർത്ഥ സമാധാനത്തിനുള്ള വഴി പാപം മൂലം നഷ്ടപ്പെട്ടതാണ് ദൈവമനുഷ്യ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. അത് യേശുവാണ് പുനഃസ്ഥാപിക്കുന്നത്. അതിനാൽ അത്രേ അവനാണ് നമ്മുടെ സമാധാനം എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു വെച്ചത്. എഫെസ്യ 2:14-16. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, മനുഷ്യൻ തേടുന്നതും
അവന് അവകാശപ്പെട്ടതുമായ സന്തോഷത്തിന്റെ ഒരു പേരും മുഖവുമുണ്ട്, നസ്രായനായ യേശു ക്രിസ്തു. അവൻ അവരുടെ സിനോഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. യേശു സർവ്വ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്നു. രോഗശാന്തിയുടെ ഉറവം യേശുവാണെന്ന് അത്ഭുത രോഗസൗഖ്യങ്ങളുടെ സുവിശേഷ വിവരണങ്ങൾ തെളിയിക്കുന്നു. താൻ പരസ്യ ജീവിതത്തിലെ സുവിശേഷ പ്രഘോഷത്തിന് പുറമെ രോഗികളെ സുഖപ്പെടുത്തുന്നതിനും യേശു വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. പ്രതീക്ഷിക്കപ്പെട്ട മിശിഹ യേശു തന്നെയാണ് എന്ന സ്നാപക ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവിടുന്ന് കൊടുത്ത ഉത്തരം അവിടുന്ന് നൽകിയ സൗഖ്യമായിരുന്നു. യേശു തന്റെ പക്കൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും സ്നാപകനോട് ചെന്ന് പറയാനായിരുന്നു അവിടുന്ന് ആവശ്യപ്പെട്ടത്. ഇത്തരണത്തിൽ ഓർക്കുകയാണ്, ഭാര്യയുടെ അസുഖം 2012 കണ്ടുപിടിച്ചപ്പോൾ അത് മാരകമായ ക്യാൻസർ രോഗമായിരുന്നു. അതും 4th സ്റ്റേജില് കുടലിലും ലിവറിലും ബാധിച്ചിരുന്നു. ചികിത്സയിൽ അത്ഭുതകരമായ സൗഖ്യം നൽകി ഈശോ. വേദന സഹിച്ച് ജീവൻ വെടിയാൻ തുടങ്ങുന്ന സമയം ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ്. മിശിഹായെ കുറിച്ചുള്ള പ്രവചനം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന്. അതായത് മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായ സകലതും താൻ ചെയ്തു തീർത്തിരിക്കുന്നു എന്ന്. രക്ഷയ്ക്ക് നിഷ്കളങ്കനായ മനുഷ്യന്റെ മുറിയപ്പെടലാണ് നടന്നത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി യേശു മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. യേശു തന്റെ മരണത്തിലൂടെ സാധാരണയുടെയും മരണത്തിന്റെയും മേൽ വിജയം കുറിച്ച് ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും സ്വന്തമാക്കി കർത്താവായി. വിശുദ്ധ മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മഹത്വീകൃതനായ മിശിഹ ക്രിസ്തുവായി പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:33 ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത യേശു ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. ഇത്തരണത്തില് എന്റെ ജീവിതത്തിൽ രക്ഷകനായ ഈശോയെ കണ്ടുമുട്ടിയ അനുഭവം നാളുകൾ ഓർക്കുകയാണ്. അന്ന് ആകെ തകർന്ന നിലയിലായിരുന്നു. പേടിച്ച് വിരണ്ട അവസ്ഥയിലായിരുന്നു. ലോകത്തിന്റെ ജീവിതം നയിച്ച് അങ്ങനെ ആയതാണ്. പുകവലിയും മദ്യപാനം കോളേജ് ജീവിതത്തിന്റെ അവസാനം കൂട്ടുകാരുമൊത്ത് തമാശയ്ക്ക് തുടങ്ങിയതാണ്. ജോലി കിട്ടിയപ്പോൾ അത് കൂടി. തമാശയ്ക്ക് തുടങ്ങിയ ആ സ്വഭാവം ജീവിതത്തിന്റെ നിറം കെടുത്തി. ജീവിതം കരിനിഴലിലായി. തകർച്ചയുടെ മൂർധന്യത്തിലാണ് ഈശോയെ കണ്ടുമുട്ടിയത്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വചനം കേട്ടു, ധ്യാനങ്ങൾ കൂടി, ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിച്ചു. മദ്യപാനം എന്ന വിപത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് പരിപൂർണ മോചനം നൽകി ഈശോ തന്റെ രക്ഷ പാപിയായി എനിക്ക് നൽകി. എന്നെ വീണ്ടെടുത്ത രക്ഷകനായ യേശുവിനെ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യബോധവും ആനന്ദത്തിന്റെ നിറവും കിട്ടി. അതുവരെ ജീവിതത്തിന്റെ ശൂന്യത, നിരർത്ഥകത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കണ്ടുമുട്ടിയ ആ അനുഭവത്തിൽ നിന്ന് ഈശോ വളർത്തുന്നു ആത്മീയമായി. അനുദിന ദൈവബലിയിലൂടെ, ധ്യാന സുവിശേഷ ശുശ്രൂഷയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ. ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപിയുടെ തേടിയാണ് വന്നതെന്നും യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് വേശ്യകളെയും ആക്രമികളെയും കഠിന പാപികളെയും എല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതും സ്വർഗത്തിൽ പിമ്പന്മാർ മുൻപന്മാരാകുന്ന അരുളി ചെയ്തതെല്ലാം ആരും ഈ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ്. സക്കേവൂസും പാപിനിയായ സ്ത്രീയും കുരിശിൽ തറച്ചു കൊല്ലുവാൻ തക്കവണ്ണം ജീവിതം നയിച്ച നല്ല കളനുമെല്ലാം നമ്മോട് പറയുന്നത്
ഈ രക്ഷയെ ഏറ്റവും വിശ്വാസത്തോടെ പുൽകാനാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് തന്റെ രക്ഷ അനുഭവിക്കുവാന് ഏറ്റവും യോഗ്യതയെന്ന് ഈശോ വെളിപ്പെടുത്തുമ്പോൾ മാനവകുലം മുഴുവനും പാപികളും അയോഗ്യരും മാറ്റി നിർത്തപ്പെട്ട എല്ലാവരും ആ രക്ഷ നൽകാൻ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെടുന്നു. യേശു ദൈവപുത്രനാണെന്ന് ദൈവമാണെന്ന് നമ്മൾ കണ്ടു. യേശു നൽകുന്ന രക്ഷ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും രക്ഷയാണെന്ന് നാം മനസ്സിലാക്കി. ഈ രക്ഷ എല്ലാവർക്കും മാനവകുലം മുഴുവനും വേണ്ടിയുള്ളതാണെന്ന് നാം അറിഞ്ഞു. അങ്ങനെ ആദം മുതല് ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന അവസാന വ്യക്തിയുടെ പാപങ്ങൾ വരെ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശു കുരിശിൽ മരിച്ച് വീട്ടിൽ കഴിഞ്ഞതാണ്. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ശക്തിയും തെറ്റുകൂടാതെ ജീവിക്കാനുള്ള കൃപയും പരിശുദ്ധാത്മാവിലൂടെയും വർഷിച്ചിരിക്കുന്നു. നമ്മൾ ആ രക്ഷ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. ആമേൻ. താങ്ക് യു ജോൺ ചേട്ടാ. ടെസ്റ്റിമണി ഷെയറിങ്ങിനായി രാജേഷ് എബ്രാഹിമിനെ ക്ഷണിക്കുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. കേൾക്കാമോ? കേൾക്കാം രാജേഷ്. എൻ്റെ പേര് രാജേഷ് കുമാർ എന്നാണ്. എൻ്റെ മാമോദിസ പേര് അബ്രഹാം എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സെന്റ് എഫ്രൈംസ് ചർച്ച് ചിറക്കടവിലാണ് താമസം. പൂർവാശ്രമത്തിൽ ഞാൻ രാജേഷ് കുമാർ ആയിരുന്നു. ഞാൻ താമസിച്ചിരുന്ന ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം വില്ലേജിലെ കടമാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി ഈശോയെ സ്വീകരിച്ചത് വലിയ ദുരിതത്തിൽ അകപ്പെട്ടു പോയപ്പോഴാണ്. സങ്കീർത്തനം 119:71 പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, രാജേഷ് കുമാർ എന്ന വ്യക്തി തികഞ്ഞ ഒരു ഹിന്ദു മതവിശ്വാസിയും അതുപോലെ തന്നെ RSSന്റെ പ്രവർത്തകനും ഒക്കെയായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ചിന്ത എത്രമാത്രം തീവ്രമായിരുന്നു എന്ന്. കാരണം ഏറ്റവും പ്രൗഢമായ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രൗഢമായ ഒരു മതത്തിന്റെയും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിരിക്കുന്ന വലിയൊരു സംഘടനയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ അഹങ്കാരിയും അതുപോലെ തന്നെ ഭയങ്കര തലക്കനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ RSSന്റെ ശാഖയുടെ മുഖ്യ ശിക്ഷകായിട്ടും അതുപോലെ തന്നെ അതിന്റെ ഒരു ബൗദ്ധിക് പ്രമുഖൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. ഒരു പഞ്ചായത്ത് തലത്തിൽ വരെയുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ വഹിച്ചതാണ്. തന്നെയുമല്ല, RSSന്റെ ഒരു സ്കൂള് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു, വിവേകാനന്ദ വിദ്യാകേന്ദ്രം. അതിന്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അഹങ്കാര തിമർപ്പോടുകൂടി നടന്നിരുന്ന ഒരു കാലം. അങ്ങനെ ഞാൻ 2000 ഞാൻ ഡിഗ്രി പാസ്സായതിനു ശേഷം ഞാൻ കുറച്ചുനാൾ മെഡിക്കൽ റെപ്പായിട്ടൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ അതോടൊപ്പം തന്നെ RSSലെ ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ അടുത്തൊരു മൈതാനമുണ്ട്, ഒരു മണ്ണുമടയുണ്ട്. അവിടെ ഒരു ബൈബിൾ കൺവെൻഷൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അത് അവിടെ തടയാൻ വേണ്ടിയിട്ട് പോയ കൂട്ടത്തിലും ഞാനും തലക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിലും എൻ്റെ ഉള്ളിലൊരു ചോദ്യം, ഇത് ചെയ്യുന്ന തെറ്റല്ലേ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ മനസാക്ഷി എന്നോട് അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി 2000 ആയപ്പോൾ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച്
വെളിയിൽ പോകാൻ വേണ്ടി നോക്കി. അങ്ങനെ എൻ്റെ ഒരു 5 ലക്ഷം രൂപ പൊട്ടിപ്പോവുകയും അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരായാലും നാട്ടുകാരായാലും പിന്നെ എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരായിരുന്നു. ഒരു 5 കൂട്ടുകാര്. ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിരുന്നു. ഒന്നിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചു, ഒന്നിച്ച് കിടന്നുറങ്ങി. അങ്ങനെയുള്ള ഒരു 5 കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാർ പോലും എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസരമുണ്ടായി. അങ്ങനെ ഞാൻ ആകെ ഡെസ്പായിട്ട് ആരോട് ഞാൻ അധികം സംസാരിക്കാറില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഞാൻ ആകെ തകർന്നിട്ട് എൻ്റെ വൈഫ് അന്നേരം പറഞ്ഞു, ഡൽഹിയിൽ വൈഫിന്റെ ഒരു ഉപ്പാപ്പനുണ്ട്. അങ്ങനെ ഞാൻ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നേരെ ഡൽഹിക്ക് പോവുകയും അങ്ങനെ ഡൽഹിയിൽ പോയി ഒരു മാസം അലഞ്ഞു നടന്നതിന് ശേഷം ഞാൻ വിപ്രോയില് ഒരു BPO കമ്പനിയിൽ ഞാൻ ഒരു 2 വർഷം വർക്ക് ചെയ്ത് കുറച്ച് കടങ്ങളൊക്കെ വീട്ടി. ഈ സമയത്ത് എൻ്റെ അച്ഛന് ആദ്യത്തെ അറ്റാക്ക് വരികയും അങ്ങനെ ഞാൻ നാട്ടിൽ വരികയും നാട്ടിൽ ചെറിയ ജോലിയൊക്കെ ചെയ്തിങ്ങനെ കഴിയുകയും ചെയ്യുന്ന അവസരത്തില് എനിക്ക് ഒരു സഹോദരിയാണുള്ളത്. സഹോദരിയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയെങ്കിലും എന്റെ സഹോദരി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം ഉള്ളിലുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ ആ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. കാരണം എനിക്ക് എന്റെ സഹോദരിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഭയങ്കര പഞ്ചപാവമായിരുന്നു. പെൺകുട്ടികൾ അത്രയും പാവമാകരുത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത. കാരണം പുള്ളിക്കാരത്തി ഭയങ്കര പാവമായിരുന്നു. ആരോടും ആരെയും ഒന്നും വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരത്തിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. പെങ്ങടെ കൊച്ചു ഛർദിലായിട്ട് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നു എൻ്റെ ഒരു കൂട്ടുകാരന്റെ. അങ്ങനെ ഞാൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലോട്ട് പോയി. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പെങ്ങള് സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു വാർത്ത. കാരണം അളിയന് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അങ്ങ് ചെയ്തു. അപ്പം ഞാൻ വീണ്ടും രണ്ടാമത് ഞാൻ വലിയൊരു അടി കിട്ടി ഞാൻ തകർന്നു പോയി. കാരണം ആ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആ വാർത്ത കേട്ട നിമിഷം ഞാൻ ആകെ തകർന്നു പോവുകയും എൻ്റെ കൂട്ടുകാരെ എന്നെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അവിടെ ചെന്നിട്ട് ആരോട് എന്തോ ചോദിക്കേണ്ടതൊന്നും അറിയത്തില്ല. കാരണം അവിടെ പെങ്ങളുടെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ കരഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു വീട്ടിലെ ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, നാളെ പെങ്ങളുടെ ബോഡി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ എനിക്കൊരു അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പെങ്ങളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു പോലീസുകാരൻ വന്നു. പോലീസുകാരന്റെ കൂടെ ഈ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ പോയിട്ട് ആംബുലൻസിൽ എൻ്റെ പെങ്ങളുടെ ബോഡി കയറ്റുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. പ്രായം ചെന്ന അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പ്രായം ചെന്ന അച്ചായനും മാത്രമേ ഉള്ളൂ. അവിടുന്ന് പെങ്ങളുടെ ബോഡി കൊണ്ട് ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പെങ്ങളുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അളിയനുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആകെ തകർന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തില് എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് ഒരു ജോത്സ്യനെ പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള നാൽക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജോത്സ്യനുണ്ട്. ആ ജോത്സ്യന്റെ അടുത്ത് പോയി ജോത്സ്യന്റെ അടുത്ത് പോവുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം പെങ്ങള് മരിച്ചുപോയി, എനിക്കാണ് ജോലിയൊന്നും റെഡിയാകുന്നില്ല. അങ്ങനെ ആകെ അന്ധകാരത്തിൽ കിടന്ന് ഉഴലുന്ന ആ സമയത്ത് ഞങ്ങൾ ആ ജോത്സ്യന്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പം അദ്ദേഹം ആവണിപ്പലകയിലെ കബഡിയൊക്കെ നിരത്തി വെച്ചിട്ട് അദ്ദേഹം പറയാണ്, ഇത് പിതൃക്കളുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി, ആ സമയത്തൊക്കെ ഞാൻ കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഈ ഹരിദ്വാറിനെ പറ്റിയിട്ടും വാരണാസിയെ പറ്റിയിട്ടൊക്കെ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിലെ ചിന്ത, കാരണം ഹിന്ദു ആചാരപ്രകാരം പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൂജ ചെയ്യുന്നത് ഹരിദ്വാർ ആണല്ലോ. അപ്പൊ ഞാൻ നേരെ ഹരിദ്വാറിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ആരും ഒന്നും അറിയുന്നില്ല. ഞാൻ ശരിക്കും ഒരു ഭ്രാന്തനെ പോലായി. കാരണം പെങ്ങള് മരിച്ചതിന് ശേഷം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പം പെങ്ങളുടെ മുഖമാണ് എൻ്റെ മുന്നിലേക്ക് വരിക. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നേരെ ഹരിദ്വാറിനെ വെച്ച് പിടിപ്പിച്ചു. ഡൽഹി വരെ എനിക്ക് പോകാൻ അറിയാം. പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ ശരിക്കും ഞാൻ ഭ്രാന്തനായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാനങ്ങ് പോയി. ഞാൻ ഇട്ടിരിക്കുന്ന സിംഗിൾ ഡ്രസ്സ് വിട്ടുകൊണ്ട് ഞാൻ അങ്ങ് പോയി. ട്രെയിനിൽ കയറിയിരുന്നു. ടിക്കറ്റ് ഒന്നും എടുക്കാതെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു ഡൽഹി വരെ എത്തി. ഡൽഹിയിൽ നിന്ന് നേരെ പുരാനി ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ
ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുരാനി ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോയിട്ട് അവിടുന്ന് ഉത്തരാഖണ്ഡിന് ട്രെയിൻ കയറി ഞാൻ നേരെ ഹരിദ്വാർ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഗയിൽ കുളിച്ച് പ്രാർത്ഥിച്ചു വന്നിട്ട് ഞാൻ നേരെ തിരിച്ചു വന്നു. ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടുകാർ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. എന്നാലും ഞാൻ ട്രെയിനിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ വൈഫിനെ പറ്റിയും മോനെ പറ്റിയും ആലോചിക്കുന്നത്. ഒരു ജോലി വേണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ വരുമ്പം എനിക്ക് ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരു രാഷ്ട്രദീപിക അന്തിപ്പേപ്പർ കിട്ടുകയാണ്. അതില് 20,000 രൂപ സാലറി, കാർഷിക വിളകളുടെ സപ്ലൈക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം അതിൽ കണ്ടു. ഞാൻ ആ പേപ്പറും എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പം എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലടാ, നീ എവിടെയായിരുന്നു? വൈഫിനെയും മോനെയും വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടുകാർ പോയി എന്ന് ഇങ്ങനെ അമ്മ കരഞ്ഞു പറയാണ്. ഞാൻ പറഞ്ഞ അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, അമ്മ കുറച്ച് പൈസ എവിടുന്നെങ്കിലും എനിക്ക് ഒപ്പിച്ചതാ, ഞാൻ ഈ ജോലിക്ക് പോട്ടെ, ഞാൻ അത് കഴിഞ്ഞിട്ട് അവരെ ചെന്ന് വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ഒപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ നേരെ ഈ തൃശ്ശൂർ ആമ്പല്ലൂരുള്ള സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോവാണ്. അവിടെ ചെന്ന് SSLC ബുക്കൊക്കെ അവിടെ കൊടുത്തിട്ട് ഞാൻ ആ ജോലിക്ക് കയറി. പ്രിയമുള്ളവരെ, അവിടുന്ന് രാവിലെ ജോലിക്ക് പോകും, ഓരോ വീടുകളിൽ പോയിട്ട് ഈ കാർഷിക വിളകളുടെ, മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ഓർഡർ എടുക്കണം, അത് സപ്ലൈ ചെയ്യണം. ഇതാണ് ജോലി. അങ്ങനെ ഞാൻ ഓരോ ദിവസം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. പ്രിയമുള്ളവരെ, ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പം എൻ്റെ മനസ്സ് വേറെ തലങ്ങളിലൊക്കെ ആയിരിക്കും, ചിന്തകൾ വേറെ തലങ്ങളിലൊക്കെ ആയിരിക്കും. എൻ്റെ ശരീരം മാത്രമേ റോഡിലൂടെ ഇങ്ങനെ പോകുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ ഞാൻ ചെന്ന് ചോദിക്കുന്ന വീടുകളിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ ഓർഡർ ഒന്നും കിട്ടാറില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒല്ലൂരുള്ള ഒരു പുനർജീവൻ എന്നും പറഞ്ഞിട്ട് ഒരു ആലയത്തിലേക്ക് കയറുകയാണ്. കാരണം ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൊക്കെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഈ ചെടികളും ഒക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ പ്രതീക്ഷിച്ചാണ് ഞാൻ കയറുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിൽ പറയാറുണ്ട്, 33 കോടി ദൈവ പരമ്പരകളുള്ള എൻ്റെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന 33 കോടി ദൈവ പരമ്പരകളും ഞാൻ വിളിക്കുന്ന എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ടിട്ടില്ല. അപ്പം ഈ ഈശോയുടെ പടവും ഒക്കെ ഈ ചില പള്ളികളുടെ മതിലേലും വചനങ്ങളും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നെടുവീർപ്പോടുകൂടി പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ 33 കോടി ദൈവ പരമ്പരകളുള്ള ഒരാളും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നീയെങ്കിലും എൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ പലതവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ പുനർജീവനിലേക്ക് കയറി ചെല്ലുകയാണ്. പുനർജീവനിൽ കയറി ചെല്ലുമ്പം അവിടുത്തെ ഒരു ആള് വന്നിട്ട് പറഞ്ഞത്, രോഗികളെ നോക്കുന്ന സ്ഥലമാണ്, ഇവിടെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ പോരുമ്പം അകത്തു നിന്നൊരു ശബ്ദം അദ്ദേഹത്തെ ഇനി കയറ്റിവിടാൻ പറയുകയാണ്. ഞാൻ അങ്ങനെ തിരിച്ചു കയറി ചെന്നപ്പം ഇവിടെ ബലരാമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പറ്റിയത്, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ ഒരു ബ്രദർ ഉണ്ട്, ആ ബ്രദറെ നീ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വന്ന് ആ ബ്രദറെ കണ്ടു. ബ്രദറിനോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ധ്യാനത്തിന് പോകാൻ തയ്യാറാകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ മാസത്തെ സാലറി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ട് ഞാൻ പൊക്കോളാം മാത്യൂസ് ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ജോലിക്കിടയ്ക്കാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ആലയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആലയത്തിന്റെ ഫ്രണ്ടിൽ ഒരു മാതാവിന്റെ ഒരു രൂപമുണ്ട്. ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയൊരു ആലയം, അതിന്റെ നടുക്കൊരു മാതാവ്, അതിന് ചുറ്റും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന് എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾക്ക് വേഗം കൂടി, എൻ്റെ വാക്കുകൾക്ക് ശക്തി കൂടി. പിന്നെ ഞാൻ ചോദിക്കുന്ന എല്ലാ വീടുകളിൽ നിന്നും എനിക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഈ ബലരാമൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ മാത്യൂസ് ചേട്ടൻ എന്നെ ധ്യാനത്തിന് വിട്ടിട്ട് ഞാൻ അവിടെ സോളമൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് എന്നെ ധ്യാനത്തിന് കൊണ്ടുപോകുന്നത്. ഈ ധ്യാനത്തിന് പോകുമ്പോൾ തൊട്ട് എൻ്റെ ഉള്ളില് ഭയങ്കരമായിട്ട് പിടിവലി നടക്കുകയാണ്. കാരണം മറ്റൊരു വിശ്വാസത്തിൽ നിന്ന് വന്ന് എനിക്ക് ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ പറ്റുമോ, മാത്യൂസ് ചേട്ടന്റെ 300 രൂപ ഞാനായിട്ട് കൊണ്ട് കളയുകയാണ്. ഇങ്ങനെ പല ചിന്തകൾ. കാരണം ഞാൻ RSSൽ പ്രവർത്തിച്ച് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തി. ഞാൻ ടൂറിന് എൻ്റെ കോളേജിൽ നിന്ന് ടൂറിന് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചത് പോണ്ടിച്ചേരി ആശ്രമത്തിൽ നിന്നൊരു ഭഗവത്ഗീതയാണ് ഞാൻ വാങ്ങിച്ചത്. അത്രയ്ക്കും ഞാൻ ഹിന്ദു മിത്തോളജിയിൽ ആകൃഷ്ടനായ വ്യക്തിയാണ്. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ സോളമൻ ചേട്ടൻ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെല്ലുന്നവിടം വരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ രണ്ട് സംഘർഷമാണ്, രണ്ട് ചിന്തകൾ. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇത് യഥാർത്ഥ ഇതാണോ എന്നൊക്കെ പല ചിന്തകളുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഊട്ടുപെരയുടെ അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് ഞങ്ങള്.
അപ്പൊ അവിടെ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നു, സങ്കീർത്തനം 56:8. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ വചനം എന്നിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. അത് ഒരു 3 ഡയമെൻഷൻ പിക്ചർ പോലെ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുകയാണ്, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഈ വചനം എന്നെ പറ്റിയിട്ടാണല്ലോ. കാരണം ഡൽഹിയിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അത്രമാത്രം അലഞ്ഞിട്ടുണ്ട്. പെങ്ങളുടെ മരണം എനിക്ക് അത്രമാത്രം കണ്ണീര് തന്നിട്ടുണ്ട്. ഇത് എന്നെ പറ്റിയിട്ടാണല്ലോ ഈ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നിമിഷം ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. എന്റെ ജീവിതത്തിൽ ഇത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു തകർക്കും എന്ന് തീരുമാനമെടുത്തിട്ട് ഞാൻ ധ്യാനത്തിന് കയറുകയാണ്. അവിടെ ചെന്നിട്ട് ഒരു 2 ടയർ ബെഡിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ പറയുന്നത് പോലെ അവിടെ പ്രാർത്ഥിക്കും, തിരിച്ചു വന്നിരിക്കും. അതാണ് എന്റെ അവിടുത്തെ ദിനചര്യ. പ്രിയമുള്ളവരെ, ഞാൻ ധ്യാനത്തിന് കയറിയ ആദ്യത്തെ ദിവസം ഞാൻ കേൾക്കുന്നത്, ഞാൻ അതുവരെ ആ നിമിഷം വരെ എന്റെ മനസ്സിലെ ഒത്തിരി പേരോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒറ്റപ്പെടുത്തിയ കൂട്ടുകാരോട്, അച്ഛനോട്, അമ്മയോട്, അളിയനോട്, അങ്ങനെ പല പല ആൾക്കാരോട് എനിക്ക് ഭയങ്കരമായിട്ട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവിടെ ആദ്യമായിട്ട് കയറുമ്പോൾ അച്ഛൻ പറയുന്ന ഒരു വാക്ക്, നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ പറയാണ്, അവരെ സ്നേഹിക്കാൻ പറയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇത് എന്തൊരു ദൈവമാണ്, ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന ദൈവമോ? കാരണം നേരത്തെ ഞാൻ വിശ്വസിച്ചിരുന്ന വിശ്വാസത്തില് നമ്മൾ ചെയ്യുന്നത്, എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യമേ അമ്മ പറയും, നീ പോയി ഒരു ശത്രു സംഹാര പൂജ കഴിച്ചിട്ട് വരൂ, അമ്പലത്തിൽ പോയി കഴിച്ചിട്ട് വരൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ശത്രുവിനെ സ്നേഹിക്കാൻ പറയുന്ന ഒരു ദൈവമോ? പിന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്റെ ദൈവസങ്കല്പങ്ങളെല്ലാം ആഭരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഏന്തി നിൽക്കുന്ന ദൈവമാണ്. ഇതാ ഇവിടെ ഒരു നീണ്ട കുപ്പായവും ഒരു ഷാളും ഇട്ട് നിസാരനായ ഒരു ദൈവം. എന്റെ പ്രശ്നങ്ങളെല്ലാം ഈ ദൈവത്തിന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല പല ചോദ്യങ്ങളോടുകൂടിയാണ് ഞാൻ അവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം പങ്കുകൊണ്ടത്. അങ്ങനെ ഓരോ ദിവസവും പോയി അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഞാൻ മാത്രം ഒന്നും സംസാരിക്കുകയില്ല. അവിടെ പ്രാർത്ഥന കഴിയുമ്പം ഊണും കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ ആ 2 ടയർ ബെഡിന്റെ അടിയിൽ കയറി കിടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ആലോചിക്കും. അപ്പം ദൂരെ നിന്നൊരു ചേട്ടൻ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോൻ ആദ്യമായിട്ടാണോ ഇവിടെ ധ്യാനത്തിന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹം കിട്ടുന്ന അവിടെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ഈ ഓരോരുത്തർക്ക് ഈ അനുഗ്രഹം കിട്ടുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം പറയാണ്, അതെ സത്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരുന്നതെന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചേട്ടാ ഇത് എപ്പോഴാ കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം അപ്പോഴെങ്കിലും എനിക്ക് വേണം. ഉടനെ ഈ ചേട്ടൻ പറയാണ്, ചിലപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് കിടക്കുമ്പോൾ ആയിരിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ വരുമ്പം വീണ്ടും കുളിക്കും, ഉള്ളതിൽ നല്ല വസ്ത്രം ഇട്ട് കിടക്കും, അപ്പോഴെങ്കിലും എനിക്ക് അനുഗ്രഹം വേണം. പക്ഷെ ആ ദിവസങ്ങളിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ 1, 2, 3, 4ാമത്തെ ദിവസം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ധ്യാനം നടക്കുകയാണ്. വേദിയിൽ പനക്കലച്ചനാണ്. അച്ഛൻ നിന്നിങ്ങനെ പറയാണ്, നിങ്ങൾ കണ്ണടച്ച് സ്തുതിക്കാൻ പറയാണ്. ഞാൻ കണ്ണടച്ച് സ്തുതിക്കുകയാണ്. കണ്ണടച്ച് സ്തുതിക്കുമ്പോൾ ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മെയിൻ ധ്യാന ഹാളില് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാവരും ശക്തമായിട്ട് സ്തുതിക്കുകയാണ്. ഞാനും സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കണ്ണടച്ച് സ്തുതിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു തിരുഹൃദയം വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ശക്തമായിട്ട് കറങ്ങുകയാണ്. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഇതെന്താണ് ഞാൻ ഇത് കാണുന്നത്? ഒരുപക്ഷെ ഞാൻ താമസിക്കുന്ന റൂമിൽ ഏതെങ്കിലും തിരുഹൃദയത്തിന്റെ കലണ്ടർ കണ്ടിട്ട് അത് എന്നിൽ തോന്നിക്കുകയാണോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഉള്ളിലിരുന്ന ഒരു വ്യക്തി പറയാണ്, അതല്ല നീ കാണുന്നെന്ന് പറയാണ്. വീണ്ടും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഈ തിരുഹൃദയം വന്ന് എന്റെ മുന്നിൽ വന്ന് ശക്തമായിട്ട് കറങ്ങുകയാണ്. ഇങ്ങനെ 3 തവണ ഞാൻ ആ തിരുഹൃദയം കണ്ടു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ ഇരിക്കുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. നാളെ ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ. പെട്ടെന്ന് ഞാൻ എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുകയാണ്. പെട്ടെന്ന് വേദിയിൽ നിന്നുകൊണ്ട് അച്ഛൻ ഓരോരുത്തരെയും വിളിച്ചു മാറ്റുകയാണ്. ശക്തമായ ചൂട് അനുഭവപ്പെട്ടവർ തലക്കിലേക്ക് വരൂ, ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടവർ തലക്കിലേക്ക് വരൂ എന്നിങ്ങനെ ഓരോരുത്തരെ വിളിച്ചു മാറ്റിയിട്ട് അച്ഛൻ അവസാനം പറയാണ്, നിങ്ങളിൽ ചിലരെങ്കിലും ഈശോ ഉദ്യാനത്തിൽ നിൽക്കുന്നതും ഈശോ ചെമ്മരിയാടുകളുടെ ഇടയിൽ നിൽക്കുന്നതും ഈശോയുടെ തിരുഹൃദയവും കണ്ടു കാണും. ഇത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഏറ്റവും തലക്കൽ പോയി. ഞാൻ അന്ന് എന്റെ സന്തോഷം കൊണ്ട് എന്തൊക്കെയാ കാണിച്ചെന്ന് അറിയത്തില്ല. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ഞാൻ തുള്ളിച്ചാടുകയാണ്. പ്രിയമുള്ളവരെ, ആ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ തീരുമാനിച്ചു, ഇതാണ് എന്റെ ദൈവം, ഇതാണ് എന്റെ മാർഗം. അന്ന് മുതൽ ഞാൻ ഈശോയെ ചങ്കിക്കൊണ്ട് നടക്കുകയാണ്.
പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ ഇതുവരെ ഒരു ഹിന്ദു ദൈവങ്ങളുടെ പടം പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ സ്വീകരിച്ചു. അന്നു മുതൽ ഞാനൊരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും ധ്യാനത്തിന് പോയി. അങ്ങനെ ഞാൻ വചനം കിട്ടാവുന്ന എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഞാൻ പോകും. പ്രിയമുള്ളവരെ, പിന്നീടുള്ള എൻ്റെ ചിന്തകൾ മുഴുവൻ കുടുംബം ഒന്നിച്ച് മാമോദീസ സ്വീകരിക്കണം എന്നുള്ള നിയോഗം ഞാൻ ഈശോയോട് പറഞ്ഞു. ഞാൻ ഈശോയോട് പറഞ്ഞാൽ അതെല്ലാം എനിക്ക് ദൂതന്മാരെ അയച്ച് ക്രമീകരിച്ചു തരുന്ന ഒരു അനുഭവം എനിക്ക് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുർബാന സ്വീകരിക്കണം. ഞാൻ പല പള്ളികളിലും ഒക്കെ പോയി ഞാൻ ചോദിച്ചു. അവിടെ എല്ലാം കുടുംബം ഒന്നിച്ച് മാമോദിസ കൊടുക്കുകയുള്ളെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത് പറയാൻ കാരണം പല ആളുകളും വിശ്വാസത്തിലേക്ക് വന്നിട്ട് പല രീതിയിലേക്ക് പോകും, പല തലങ്ങളിലേക്ക് പോകും. എന്നാൽ വിശ്വാസത്തിൽ വരുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അവസരത്തിൽ ഞാൻ വിശ്വാസത്തിൽ വന്നതും ഞങ്ങളുടെ അടുത്തുള്ള പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ട ഒരു കുടുംബം അറിയുകയും അവര് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, രാജേഷേ, അതൊന്നുമല്ല വിശ്വാസം, ഇതാണ് യഥാർത്ഥ വിശ്വാസം, കണ്ടില്ലേ ഞങ്ങളുടെ വീട് കണ്ടില്ലേ, അത് കണ്ടില്ലേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, അവര് വീടൊക്കെ നല്ലതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നേറ്റമുണ്ട്. പക്ഷെ ഞാൻ ഓടി ഈശോയുടെ അടുത്ത് വന്നു. ഈശോയോട് ചോദിച്ചു, ഈശോയെ, എനിക്ക് അങ്ങേ മാത്രമേ അറിയത്തുള്ളൂ, സഭ എന്താണെന്നോ ഏത് വഴിയെ പോകേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ആ സമയത്ത് ഡാനിയൽ അച്ഛന്റെ ടോക്കും ഈ കൃപാസനത്തിലെ ടോക്കും ഒക്കെ കേൾക്കും. എവിടെ നിന്നെല്ലാം വചനം കിട്ടാവോ അപ്പോഴെല്ലാം ഞാൻ കേൾക്കാം. അങ്ങനെയാണ് മിസിയോയിലും ഒക്കെ ഞാൻ വരുന്നത് ആ ഒരു ഇതിലാണ്. അങ്ങനെ പെട്ടെന്ന് കൃപാസനത്തിലെ ടോക്ക് കേട്ടു. പെട്ടെന്ന് എനിക്ക് കൃപാസനം തോന്നി. ഞാൻ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ പോയി. കൃപാസനത്തിൽ ചെന്നപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഉടമ്പടി എടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കയറി നിന്നു, ഞാനും കൂടെ കയറി നിന്നു. അപ്പം ഒരു ബ്രദർ വന്നിട്ട് എന്നോട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ആ ടോക്കൺ എടുത്ത് നോക്കിയപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് മാതാവെന്നും പറഞ്ഞ ഒരു ടോക്കണാണ്. ഞാൻ ആ ടോക്കൺ ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തി പറയാണ്, ഇതാണ് നിന്റെ ഉത്തരവെന്ന് പറയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ എനിക്ക് പോകേണ്ട മാർഗം എന്താണെന്ന് എനിക്ക് തീരുമാനമായി. ഞാൻ അവിടെ ഉടമ്പടി വെച്ചു. ഉടമ്പടിയിൽ 6 നിയോഗങ്ങളിൽ ഞാൻ വെച്ചത് കുടുംബം ഒന്നിച്ചുള്ള എൻ്റെ മാമോദിസയാണ്. ആ നിയോഗം വെച്ചപ്പോൾ തൊട്ട് എൻ്റെ ജീവിത പങ്കാളി വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ ഒരു ഓണക്കാലമായപ്പോൾ ഞാൻ ആ സമയത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു തുണിക്കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും കുർബാന കാണുവാൻ വേണ്ടിയിട്ട് പോകും. എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോഴെല്ലാം ഞാൻ ഈശോയോട് പറയും, ഈശോയെ, എനിക്കും സ്വീകരിക്കണം, അങ്ങേ ഉള്ളിൽ സ്വീകരിക്കണമെന്ന് ഞാൻ കരഞ്ഞു പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ നിയോഗം വെച്ചിട്ട് ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്തു, ഈ ഓണാവധി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞാൻ പോയിട്ട് മാമോദിസ സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ദിവസം വന്ന് ഞാൻ രാവിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് മാമോദിസ സ്വീകരിക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്കൊരു അമൽ പോൾ എന്ന് പറഞ്ഞ ബ്രദറിനെ എനിക്കറിയാം. ഇടനെഞ്ചിലെരിയുന്ന ആ ഗാനമൊക്കെ എഴുതിയ ബ്രദർ. ആ ബ്രദർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, രാജേഷ്, നീ മാമോദിസ സ്വീകരിച്ചോ? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്ന, ഇത്ര നാളായിട്ട് സ്വീകരിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇന്ന പോലാണ്, വൈഫ് വരുമ്പോ അമ്മ വരത്തില്ല, അമ്മ വരുമ്പോ വൈഫ് വരത്തില്ല. കാരണം പള്ളികളിൽ ചെന്ന് ചോദിച്ചിട്ട് ആരും അച്ഛന്മാരാരും ഒറ്റയ്ക്ക് കുർബാനയും ഈ മാമോദിസയും തരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, നീ പോയി ഡിവിനി പോയി മാമോദിസ ഒറ്റയ്ക്കാണേലും പോയി മാമോദിസ സ്വീകരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് തോന്നി, ഈശോയോടൊന്ന് ചോദിച്ചാലോ. ഞാൻ ഓടി ഈശോയുടെ അടുത്ത് വന്നു, ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, എനിക്ക് മാമോദിസ സ്വീകരിക്കണം, അങ്ങ് എന്താണ് പറയുന്നത്, അങ്ങയുടെ തീരുമാനം പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് സുഭാഷിതം 9:5, വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുക. എനിക്ക് സന്തോഷമായി. ഈശോ പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്ന് തീരുമാനമെടുത്തു, ഞാൻ ഇന്ന ഓണാവധിക്ക് ഞാൻ മാമോദിസ സ്വീകരിക്കും, ആര് വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ രാവിലെ പോകാൻ തീരുമാനിച്ച ദിവസം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങിയപ്പം വൈഫും റെഡിയാകുവാണ്. ഞാൻ ചോദിച്ചു, നീ എവിടെ വരിക? ഞാനും വരിക എന്ന് പറഞ്ഞു. അന്നേരം മോൻ പറഞ്ഞു, അവന് പരീക്ഷയാണ്, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ മോനും പിന്നെ വാ, ഞാൻ തന്നെ പോയി മാമോദിസ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ,
ഞാൻ നിയോഗം വെച്ചത് കുടുംബം ഒന്നിച്ചുള്ള മാമോദിസയാണല്ലോ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ വന്നല്ലോ എന്നോർത്ത് ഞാൻ മാതാവിനോട് പറയുമ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഉടനെ വൈഫ് പറയുന്നു അവൻ റെഡിയായി, ഞങ്ങൾ വരികയാണ്. അങ്ങനെ ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. 2022 പോയി ഞങ്ങൾ മാമോദിസ സ്വീകരിച്ചു. രാജേഷ് കുമാർ എന്ന വ്യക്തി, അബ്രഹാമും പ്രശോഭ എന്ന എൻ്റെ ജീവിത പങ്കാളി, സാറ, വസുദേവ് കൃഷ്ണ എന്ന എൻ്റെ മകൻ, ഇസഹാക്കും എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഈശോയെ ചങ്കോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ഇതാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ രക്ഷകന്റെ സാക്ഷ്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താൻ പുതിയ സൃഷ്ടിയായി മാറിയ ടെസ്റ്റ് മണി ഷെയർ ചെയ്ത രാജേഷെ ഒത്തിരി നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്നത് മിസ്റ്റർ തോമസ് വെയ്മേലിലാണ്. തോമസ് ചേട്ടാ പ്ലീസ്. താങ്ക് യു ത്രേസ്യം ചേച്ചി, താങ്ക് യു വെരി മച്ച്. സ്നേഹമുള്ളവരെ, നമ്മള് രാജേഷിന്റെ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. ക്രിസ്തുവിലൂടെ താൻ അനുഭവിച്ച ആ രക്ഷയുടെ ആനന്ദം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുഴുവൻ സന്തോഷത്തിന്റെ ആ ഒരു തിളക്കം, ആ കണ്ണുകളിലെ തിളക്കമൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ക്രിസ്തുവിലൂടെയാണ് ആ രക്ഷ താൻ അനുഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് തന്റെ ജീവിത അനുഭവ സാക്ഷ്യത്തിലൂടെ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ജോണേട്ടനിലൂടെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊക്ലമേഷനും നമ്മൾ കേട്ടു. ഈശോയാണ് ഏക രക്ഷകനെന്ന്, ഈശോയിലൂടെയാണ് മാനവകുലത്തിന് മുഴുവൻ രക്ഷ കൈവന്നിരിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പാപാവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ വലിയൊരു സങ്കടമായിരുന്നു നമുക്ക്, ഇല്ലേ? പൗലോസ്ലീഹായുടെ ഒരു ദീനരോധനത്തോടെയാണ് ആ ക്ലാസ് നിന്നത്. ഞാൻ ദുർഭകനായ മനുഷ്യൻ, പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കുമെന്ന് പൗലോസ്ലീഹ അവിടെ വിലപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെയാണ് മാനവകുലം മുഴുവൻ പാപത്തിൽ ആണ്ടുപോയപ്പോൾ മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാനോ മറ്റുള്ളവരെ രക്ഷിക്കുവാനോ സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാനവകുലം മുഴുവൻ സംജാതമാക്കുകയാണ്. ഇവിടെയാണ് പുറമേ നിന്നൊരു രക്ഷകൻ വരുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഈശോ രക്ഷകനായിട്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ എഴുതിയിരിക്കുന്ന ഒരു തിരുവചനം കാണാം. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് 2-ാമത്തെ തിരുവചനം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രക്ഷ എന്ന് പറയുന്നത് വിദൂര ഭാവിയില് നമുക്ക് ഒരു സാധ്യത മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിൽ അത് ഇപ്പോൾ അനുഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പാപാവസ്ഥയിൽ നിബന്ധിച്ച മനുഷ്യകുലത്തിന് ഉൽപ്പത്തിയിൽ തന്നെ ഒരു രക്ഷകനെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊക്ലമേഷനിൽ അത് കേട്ടതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ പിശാചിന്റെ തലയെ തകർക്കുമെന്ന് പിശാചിനോട് ദൈവം പറയുകയാണ്. അവൻ നിന്റെ തല തകർക്കും. ഇവിടെ പിശാചിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു പരാജയം, അല്ലെങ്കിൽ അവനെ തീർത്തും പരാജയപ്പെടുത്തും എന്ന് രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് രക്ഷകനിലൂടെ അത് സാധ്യമാക്കുമെന്ന് പിതാവായ ദൈവം ഉൽപ്പത്തിയിൽ തന്നെ, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഒരു വാഗ്ദാനം ചെയ്യുകയാണ്. അന്നു മുതല് മാനവകുലം മുഴുവൻ ഈ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യകുലത്തിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ ജനന സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന ആട്ടിടയന്മാർക്ക് ഒരു പ്രഖ്യാപനം കൊടുക്കുകയാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നോക്കുക, സകല ജനത്തിനു വേണ്ടിയുള്ള ഒരു സന്തോഷത്തിന്റെ സദ്വാർത്ത. ദാവീദിന്റെ പട്ടണത്തില് നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു. പിതാവായ ദൈവം തന്റെ പുത്രനായ ഈശോയ്ക്ക് നൽകുന്ന മഹുദ്ധീകൃത നാമങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷിക്കുക. ഇതിന്റെ വ്യാഖ്യാനം നമ്മൾ
വരും സ്ലൈഡുകളിൽ അവസാനം എത്തുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകും. രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവും മറിയവും തമ്മില് വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തികളാണെന്ന് നമുക്കറിയാം. അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുകയും ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കാനായിട്ട് ജോസഫ് തീരുമാനിക്കുകയും അതിനുള്ള പദ്ധതികളെല്ലാം രാത്രിയിൽ എടുക്കുകയും ചെയ്തിരുന്ന ആ രാത്രിയിൽ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ ജോസഫെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനായിട്ട് നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശു എന്ന വാക്കിനർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. അപ്പോ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് വിശുദ്ധ ഔസേപ്പിതാവിനോട് സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ പരിശുദ്ധാമ്മയെ സ്വീകരിക്കുവാനായിട്ട് ജോസഫിനെ പ്രചോദനം കൊടുക്കുന്നു. അങ്ങനെ ഒരു ദൗത്യം ജോസഫിനെ സ്വർഗം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ, പിതാവായ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ, ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുകയാണ്. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി, നമ്മെപ്പോലെ സ്ത്രീനായി മനുഷ്യനായിട്ട് നമ്മളെപ്പോലെ മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ജാതനാകുന്നു. നിയമത്തിന് അധീനനായി ജനിച്ചു. എല്ലാ നിയമങ്ങൾക്കും കീഴ്വഴങ്ങി അവൻ ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, പുത്രന്മാരായി ദത്തെടുക്കുക. പൗലോസ്ലീഹ ഇത് ഗലാത്യർക്ക് എഴുതുന്ന സമയം റോമൻ സാമ്രാജ്യ കാലഘട്ടമാണ്. ഈ റോമൻ സാമ്രാജ്യ കാലത്ത് ദത്തുപുത്രത്വം എന്ന് പറയുന്നത് അവകാശം മുഴുവൻ ലഭിക്കുക, അല്ലെങ്കിൽ നിയമപരമായി യഥാർത്ഥ പുത്രൻ്റേതുപോലുള്ള സ്ഥാനം ലഭിക്കുക, അല്ലെങ്കിൽ പഴയ കടങ്ങളും കുറ്റങ്ങളും ഒക്കെ മുഴുവനായി മായ്ച്ചു കളയുക എന്നതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ദത്തുപുത്രൻ സ്ഥാനത്തേക്ക് വിളിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പാപത്താൽ അകന്നു പോയവരാണ്, പക്ഷെ ഞാൻ നിങ്ങളെ തിരികെ ഏറ്റെടുത്തു, തന്റെ കുടുംബത്തിൽ ചേർത്തു. നമുക്ക് യാതൊരു അർഹത ഇല്ലാതിരുന്നിട്ടും യേശുവിനൊപ്പം അവകാശികളാക്കി. അതുകൊണ്ടാണ് റോമ 8:17 നമ്മൾ വായിക്കുന്നുണ്ട്, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. നമുക്ക് ദൈവത്തിന്റെ എത്ര വലിയ കൃപയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തില് രണ്ട് പ്രവാചകരെ നമ്മൾ കാണുന്നുണ്ട്, ശിമയോൻ പ്രവാചകനും അന്ന പ്രവാചികയും. ശിമയോന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, കർത്താവിന്റെ അഭിഷക്തനെ കാണുന്നത് വരെ നീ മരണപ്പെടുകയില്ല എന്ന്. അങ്ങനെ രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രവാചകര് ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായിട്ട് ശിശുവിനെ ദേവാലയത്തില് മറിയവും ജോസഫും കൊണ്ടുവന്നപ്പോൾ ശിമയോൻ ശിശുവിനെ കയ്യിൽ എടുത്തുകൊണ്ട് പറയുന്നതാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്നെ മരിക്കാൻ അനുവദിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അന്നുവരെ പ്രതീക്ഷിച്ചിരുന്ന എന്റെ രക്ഷകനെ ഞാൻ കണ്ടു കഴിഞ്ഞുവെന്ന് ശിമയോൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നമ്മളും പലപ്പോഴും ഒക്കെ പറയാറുണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ഇവിടെ ശിമയോനും അതുപോലെ പറയാണ്, ശിമയോന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മുഴുവൻ ആ രക്ഷകനെ ഒരു നോക്ക് കാണുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആ രക്ഷകനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് ശിമയോനോടെ പറയുന്നത്. ഇനി ഈശോ താനാണ് ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മള് പ്രഘോഷണത്തിൽ കേട്ടതാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ഒരിക്കല് ഈശോ നസ്രത്തിലെ സിനഗോഗില് ചെന്നപ്പോൾ വായിക്കുവാനായിട്ട് അവിടുന്ന് യെശയ്യായുടെ പുസ്തകം അവിടത്തേക്ക് വായിക്കുവാനായി ലഭിച്ചു. അവിടെ നിന്ന് വായിച്ചു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്തർക്ക് കാഴ്ചയും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു.
വായിച്ചതിന് ശേഷം ചുരുള് ശുശ്രൂഷകരെ ഏൽപ്പിച്ചിട്ട് ഈശോ അവിടെ ഇരുന്നു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ തുടർന്ന് കാണുന്നത്. അവിടെ ഇരുന്നതിന് ശേഷം അവരോട് വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു. നോക്കുക, ഞാനാണ് ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന, നൂറ്റാണ്ടുകളായി മാനവകുലം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ഞാനാണ് എന്ന് ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് കാണുന്നുണ്ട് 10:9, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. താൻ രക്ഷകനാണെന്നുള്ള യേശുവിന്റെ സാക്ഷ്യമാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തെ 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഇങ്ങനെ ഈ തിരുവചനങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ താനാണ് രക്ഷകൻ എന്ന് ഈശോ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കി. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മാനവകുലവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു. അങ്ങനെ ബന്ധങ്ങളുടെ ഒരു തകർന്ന അവസ്ഥയില് ഈശോയിലൂടെ ദൈവം അവിടെ അനുരഞ്ജനം സാധ്യമാക്കുകയാണ്. ബന്ധങ്ങളിൽ വന്ന വിള്ളലുകള് അവിടെ നിന്ന് അനുരഞ്ജനം സാധ്യമാക്കുകയാണ്. നമുക്കറിയാം, കൊളോസ്യർ ലേഖനത്തില് 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനം, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നോക്കുക, എല്ലാ വസ്തുക്കളെയും, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഈശോയിലൂടെ പിതാവുമായി അനുരഞ്ജിപ്പിക്കുകയാണ് അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി. വീണ്ടും എഫേസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ ക്രിസ്തു ഇല്ലാതെ ഇസ്രായേലിന്റെ പൗരത്വത്തിന് അന്യരായവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടികൾക്ക് അപരിചിതരും പ്രത്യാശരഹിതരും ലോകത്തിൽ നിരീശ്വരരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്ന് വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ സമീപസ്ഥരായിരിക്കുന്നു. എന്തെന്നാൽ അവനാണ് നമ്മുടെ സമാധാനം. അവൻ തന്റെ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഒന്നാക്കുകയും ശത്രുതയാകുന്ന വിഭജന മതിൽ തകർക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, യഹൂദരായിരുന്നു അക്കാലത്ത് ദൈവജനമായി കണക്കാക്കപ്പെട്ടിരുന്നത്. വിജാതിയർക്ക് ദൈവ വാഗ്ദാനങ്ങളിൽ നിന്ന് അവർ അകന്നു നിന്നിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ ആ വേർതിരിവ് അവസാനിക്കുകയാണ്. ഇസ്രായേലിന്റെ ആ പൗരത്വം, അതല്ലെങ്കിൽ ദൈവജനത്തിൽ നിന്നുള്ള ആ ഒരു അന്യം നിന്നിരുന്ന അവരെല്ലാം ഈശോയിലൂടെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അനേകം വിഭജന മതിലുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. പണമില്ലാത്തതിന്റെയും ദാരിദ്ര്യത്തിന്റെയും അതുപോലെ അറിവിന്റെയും അറിവില്ലായ്മയുടെയും ഒക്കെ വിഭജന ബദലുകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. എന്നാൽ ഇതെല്ലാം ഈശോ തന്റെ കുരിശു മരണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. നമുക്ക് ഗൂഗിൾ നോക്കിയാൽ ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും, വിഭജന മതിലിനെ കുറിച്ച്. അത് അവിടെ ഒരു ശീർഷകം എഴുതി വെച്ചിട്ടുണ്ട്, അകത്ത് കടക്കുന്ന വിജാതിയർ മരണശിക്ഷാർഹരാണ് എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. ജെറൂസലേം ദേവാലയത്തില് വിജാതിയർക്ക് കടക്കുവാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. അവിടെ ഒരു വിഭജന മതില് ഉണ്ടായിരുന്നു, വിജാതിയരെന്നും സജാതിയരെന്നും. പ്രിയപ്പെട്ടവരെ, എഫേസ്യർക്ക് ലേഖനത്തില് 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന അതുകൊണ്ടാണ്, ചട്ടങ്ങളുടെ കൽപ്പനയടങ്ങുന്ന നിയമം ഇല്ലാതാക്കി തന്നിൽ ഇരുകൂട്ടരെയും പുതിയ മനുഷ്യരാക്കി രൂപം കൊടുത്തുകൊണ്ട് അവൻ സമാധാനം സ്ഥാപിച്ചു. കുരിശു വഴി തന്നിൽ ശത്രുത നിഗ്രഹിച്ച് ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. അവൻ വന്ന് വിദൂരസ്ഥരായ നിങ്ങളോട് സമാധാനം പ്രസംഗിച്ചു, സമീപസ്ഥരോടും സമാധാനം പ്രസംഗിച്ചു. കാരണം അവനിലൂടെ നമ്മൾ ഇരുകൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോ ഈശോയിലൂടെയാണ്, ഈശോയുടെ കുരിശു മരണത്തിലൂടെയാണ് വിജാതീയരും സജാതീയരുമായ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഈ വചനത്തിന്റെ അവസാന ഭാഗം നമ്മൾക്ക് ത്രിത്വത്തിന്റെ ഒരു മനോഹര ചിത്രം കാണുവാനായിട്ട് സാധിക്കും. അവനിലൂടെ, ഈശോയിലൂടെ ആത്മാവിൽ, ഒരേ ആത്മാവിൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ഈശോ ഇവിടെ വഴി തുറക്കുന്നു, പരിശുദ്ധാത്മാവ് നയിക്കുന്നു, പിതാവ് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഹെബ്രായ ലേഖനത്തില് 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനം, തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. യഹൂദ ദേവാലയങ്ങളില് കാണുന്ന ഒരു തിരശ്ശീല,
അവിടെ സാധാരണ ജനങ്ങൾക്ക് പ്രവേശിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. തിരശ്ശീലയ്ക്ക് അപ്പുറം പുരോഹിതന്മാർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. എന്നാൽ ഈശോയുടെ കുരിശുമരണ സമയത്ത് ആ തിരശ്ശീല മുഴുവൻ മുതൽ താഴെ വരെ കീറിപ്പോയി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ തന്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. അതിനർത്ഥം ദൈവത്തിലേക്കുള്ള ഇനി ഒരു പാത, ഒരു പുതിയ പാത തന്റെ കുരിശുമരണത്തിലൂടെ നമുക്കായി അവിടുന്ന് തുറന്നു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശുമരണത്തിലൂടെ ദൈവം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപപരിഹാരം സാധ്യമാക്കി. നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകം 4, 5, 6 ഒക്കെ വായിക്കുമ്പോൾ അവിടെ പാപപരിഹാര ബലിക്കായി അനേകം ബലികൾ അർപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ നിയമപ്രകാരം മനുഷ്യരുടെ പാപപരിഹാര ബലിക്കായിട്ട് ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കണമെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി 16-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, കർത്താവിനായി കുറുവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. ഇവിടെ കർത്താവിനായി കുറുവീണ ആടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അതിലൂടെ പാപമോചനം സാധ്യമാകുന്നു എന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 16-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ തിരുവചനം, ഞാനത് ബൈബിളിൽ ഒന്ന് വായിക്കാം. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. 20 മുതലുള്ള തിരുവചനം, ശ്രീകോവിലിനും സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിനു ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം. അതിന്റെ തലയിൽ കൈകൾ വെച്ച് അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന്റെ അന്നത്തെ മഹാപുരോഹിതനായിരുന്നു അഹറോൻ. അഹറോൻ അന്ന് ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ പാപങ്ങളും പോക്കിയിരുന്നത് 2 ആടുകളെ കൊണ്ടുവന്ന്, നമ്മൾ ആ ഭാഗത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 2 ആടുകളെ കൊണ്ടുവന്ന് ഒരു ആടിനെ സമാഗമ കൂടാരത്തിൽ കൊണ്ടുവന്ന് ബലി അർപ്പിക്കണം. 2-ാമത്തെ കോലാടിനെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനങ്ങളുടെ മുഴുവൻ അകൃത്യങ്ങളും ആ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടണം. അത് പാപങ്ങൾ വഹിച്ചു കൊണ്ടാവുന്ന ആടാണ്. വീണ്ടും ഈ ഒരു സംഭവം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ അഹറോന്റെ സ്ഥാനത്ത് അന്ന് ഈശോയുടെ കാലത്ത് മഹാപുരോഹിതനായിരുന്ന കയ്യഫാസ് പറയുന്നുണ്ട്, പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, അവിടെ കയ്യഫാസ് പ്രവചിക്കുകയാണ്, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായിട്ട് ഒരുവൻ മരിക്കുന്നത് യുക്തമാണ്. ഇവിടെ അഹറോൻ ഇസ്രായേൽ ജനങ്ങളുടെ മുഴുവൻ പാപങ്ങളാണ് ആടിന്മേൽ ചുമത്തിയിരുന്നതെങ്കിൽ ഇവിടെ ജനം മുഴുവൻ, മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് കയ്യഫാസ് അവിടെ പ്രവചിക്കുന്നു. നമുക്ക് യേശുവിനെ 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ അഹറോൻ കൊണ്ടുവന്ന 2 ആടുകളുടെ സ്ഥാനത്ത് ഈശോ ആ 2 ആടുകളുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. ആദിമ ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന അതേ സംഭവം തന്നെ ഇവിടെ ഈശോ വഹിച്ചു കുരിശിൽ മരിക്കുന്നു. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ തന്റെ കസിനായ ഈശോ കടന്നു വരുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കനായ ഒരു മനുഷ്യപുത്രന്റെ മുറിയപ്പെടലിലൂടെയാണ് പാപപരിഹാരം സാധ്യമായത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആർക്കും അഹങ്കരിക്കാനായിട്ട് അവകാശമില്ല. നമ്മളെല്ലാം പൗലോസ്ലീഹ പറയുന്നത് പോലെ നമ്മളെല്ലാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിഷ്കളങ്കനായ മനുഷ്യപുത്രന്റെ രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ തന്റെ പീഡാനുഭവത്തിന് വേണ്ടി
ശിഷ്യന്മാർ ഒരുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. നമുക്കറിയാം ഈശോ മരുഭൂമിയില് പരീക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താൻ ഈശോയെ ഉയർന്ന മലയിൽ കൊണ്ടുചെന്ന് ഞൊടിയിടയിൽ ഈ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഇതിന്റെ എല്ലാം ഈ കാണുന്നതിന്റെ എല്ലാം അധികാരി ഞാനാണ്, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ ലോകത്തിന്റെ ന്യായവിധി നടക്കുന്നത് ഈശോ തന്റെ കുരിശുമരണത്തിലൂടെയാണ്. കുരിശുമരണം പൂർത്തിയാകുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി, നമുക്കറിയാം ആദിമ മാതാപിതാക്കളെ സൃഷ്ടിച്ച് ദൈവം പറുദീസായിലാക്കിയപ്പോൾ ഈ ലോകത്തിന്റെ മേലുള്ള എല്ലാ അധികാരവും എല്ലാ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് നൽകിയിട്ടാണ് നമ്മളെ ഏദൻ തോട്ടത്തിലാക്കിയത്. എന്നാൽ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ട് നമ്മൾ പാപത്തിന് അടിമയായപ്പോൾ ആ സകല അധികാരവും കൊണ്ടുപോയി പിശാചിന്റെ കാൽക്കൽ സമർപ്പിച്ചു. എന്നാൽ ഈശോ തന്റെ കുരിശു മരണത്തിലൂടെ ഈ അധികാരം തിരിച്ചു പിടിക്കുകയാണ്. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവന്റെ മേൽ അധികാരമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന്റെ മുന്നില് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പഴി പറയുന്ന ഒരു സാത്താനെ നമുക്ക് കാണാം. അതാണ് വെളിപാട് പുസ്തകത്തില് 12-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ മുതൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. നോക്കുക, ഈശോയുടെ മരണം, ഈശോ കുരിശിൽ മരിച്ച ആ നിമിഷം പിശാച് വലിച്ചെറിയപ്പെടുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇന്നും നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ പഴി പറയുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവപുത്രനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ പിതാവിനോട് പറയും, പിശാച് ഓരോ കുറ്റങ്ങളും നമ്മളെ നിരത്തുമ്പോൾ ഈശോ പറയും, പിതാവേ, ആ കുറ്റത്തിന് വേണ്ടി, അവൻ ചെയ്ത ആ കുറ്റത്തിന് വേണ്ടി കൂടെ ഞാൻ പരിഹാരം ചെയ്തു എന്ന്. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട് ഈശോ സ്വർഗത്തിൽ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:30 എല്ലാം പൂർത്തിയായിരിക്കുന്നു. കുരിശിൽ മരിച്ച് എല്ലാം പൂർത്തിയാക്കിയപ്പോൾ, തന്റെ ദൗത്യം പൂർത്തിയായപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടു. അതെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു. എന്തെന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. റോമാൻ 8. ഈ വചനം ധ്യാനിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി വേദന ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയേറെ ഈ ഒത്തിരി മാർഗങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വാക്കില് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രപഞ്ചമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. എന്നാൽ തന്റെ മക്കളെ മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിൽ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനും, അതുപോലെ വെറുതെ അയക്കുകയല്ല, തന്റെ ജനന, പീഡാനുഭവം, മരണ, ഉത്ഥാനത്തിലൂടെ മുഴുവൻ രക്ഷയിലേക്ക് ആനയിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുന്നു. ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പൻ സ്വർഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയെന്ന് തിരുവചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 3:18 നമ്മൾ വായിക്കുന്നുണ്ട്, എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. നീതിരഹിതരായ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു നീതിമാന്റെ മരണമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തില് നമ്മൾ വായിക്കുന്നു, അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന്റെ നീതി എന്താണ്? പാപം ചെയ്യുന്നവൻ ശിക്ഷ അർഹിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത പാപത്തിന് ശിക്ഷയായിട്ട് തന്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും കുരിശുമരണത്തിലൂടെ അതിൽ നിന്ന് പരിഹാരം ചെയ്യുകയും ചെയ്തു. അപ്പോ പാപിയായ ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ മനുഷ്യന്റെയും കൂടി പാപത്തിനായിട്ട് അത് വിലമതിക്കുകയുള്ളൂ. എന്നാൽ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവിടുന്ന് പാപമാക്കി. പ്രിയപ്പെട്ടവരെ, ഗലാത്യ 3:13 പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. രാജേഷിന്റെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു, നമ്മുടെ പൂർവികരുടെ ശാപം എന്നൊക്കെ പറഞ്ഞ് അവര് പല അമ്പലങ്ങളിലും പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മുടെ മേലുള്ള പൂർവികരിൽ നിന്ന് വന്നിട്ടുള്ള സകല ശാപകടങ്ങളിൽ നിന്നും ക്രിസ്തു
കുരിശിൽ മരിച്ച് ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മളെ എല്ലാം ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്നെഴുതിയിരിക്കുന്നു. നമുക്കറിയാം, പ്രൊക്ലമേഷനിൽ നമ്മൾ കേട്ട വചനമാണ് 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള എല്ലാ അകൃത്യങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ രക്തം നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്ധകാരത്തിന്റെ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് അവിടെ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യ അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് ആനയിക്കുകയും ചെയ്തു. യോഹന്നാന്റെ ലേഖനത്തിലെ 1-ാം ലേഖനം 2:2 പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇവിടെ ലോകം മുഴുവന്റെയും എന്ന് പറയുമ്പോൾ മരിച്ചുപോയവരുടെയും ഇന്ന് ജീവിക്കുന്നവരുടെയും ഇനി നാളെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അവസാനമായി ചെയ്യാനിരിക്കുന്ന പാപത്തിന് വരെ അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മോചിക്കപ്പെടാത്ത യാതൊരു പാപവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അവിടുന്ന് സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ മരണത്തിൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നേക്കുമായിട്ട് രക്ഷിച്ചു കഴിഞ്ഞു. രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചു കഴിഞ്ഞു. ഹെബ്രായർ 2:15. നമ്മൾ മരണഭയത്താൽ, മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. ഈ മരണഭയത്തിലെ ജീവിതകാലം മുഴുവൻ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് നമുക്കറിയാം. ആ മരണഭയത്തോടെ ജീവിതകാലം മരണത്തില് ഒതുങ്ങിത്തീരേണ്ട മനുഷ്യനെ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് നയിച്ചുകൊണ്ട് എന്നേക്കുമായിട്ട് ഒരു പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ നൽകിക്കൊണ്ട് എന്നേക്കുമായി അവൻ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് ഹെബ്രായ ലേഖനത്തില് പറഞ്ഞു വെക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് നീതീകരണം സാധ്യമാക്കി. എന്താണ് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ദൈവം ഒരാളെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കുക. ഈശോയുടെ മരണത്തില് അത് അവസാനിച്ചിരുന്നുവെങ്കിൽ നമുക്കൊക്കെ സങ്കടമായേനെ. ഇവിടെ ഈശോനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് മുഴുവൻ നീതീകരണം സാധ്യമാക്കി, എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. ഇവിടെ ഈ വചനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ റോമർ ലേഖനം 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, നിയമം അനുഷ്ഠിക്കുന്നതിലൂടെ കൊണ്ട് ഒരുവനും അവിടത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല, ഒരുവനും കുറ്റമറ്റവരായി തീരുന്നില്ല എന്ന്. നിയമം അനുസരിക്കുന്ന വഴി, അല്ലെങ്കിൽ നിയമത്തെ അറിയുന്ന വഴി നമ്മൾ പാപത്തെക്കുറിച്ച് ബോധമുള്ളവരായി തീരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഈശോയുടെ ജനന മരണ ഉത്ഥാനത്തിലൂടെയാണ് നമ്മളെ നീതീകരിച്ചത്, അവിടുന്ന് കുറ്റവിമുക്തനാക്കിയത്. അവിടുന്ന് മരിച്ചവരിൽ ഉയർത്ത്, അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അങ്ങനെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് മൂലം നമ്മുടെ കർത്താവായി അവിടുന്ന് മാറി. നമ്മുടെ പാപങ്ങളിൽ നിന്ന് അവിടുന്ന് കുരിശുമരണത്തിലൂടെ മരിച്ച് നമ്മളെ രക്ഷിച്ചു എങ്കിൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെ നമ്മുടെ മേല് അവൻ അധികാരമുള്ളവനായി, സകലത്തിന്റെയും ഉടയവനായിട്ട് അവൻ മാറുകയാണ്. അതുപോലെ അവന്റെ മരണത്തിലൂടെ, അവന്റെ ഉയർപ്പിലൂടെ നമ്മളെല്ലാവരും സൗജന്യമായിട്ടുള്ള നീതീകരണവും രക്ഷയും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ. എന്താണ് ക്രോധം എന്ന് പറയുന്നത്? പാപത്തിനും അനീതിക്കും എതിരായിട്ടുള്ള ദൈവത്തിന്റെ വിശുദ്ധമായിട്ടുള്ള നീതിയായിട്ടുള്ള വിധി. ആ വിധിയിൽ നിന്ന് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. അതെ പ്രിയപ്പെട്ടവരെ, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായിട്ട്, ഒരു ചെലവുമില്ലാതെ നമ്മളെല്ലാം സൗജന്യമായിട്ട് നീതീകരിക്കപ്പെട്ടു. അങ്ങനെ മരണപാശത്തെ തകർത്ത് ഉദ്ധാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിന്റെയും ഉടമസ്ഥവനായി, നമ്മുടെ ഓരോരുത്തരെയും ഉടയവനായി, കർത്താവായി അവിടുന്ന് മാറി. തീർന്നില്ല, തന്റെ ദൗത്യം പൂർത്തീകരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ കരേറി മഹുദ്ധീകരിക്കപ്പെട്ട പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്
അവിടുന്ന് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് നമ്മുടെ മിശിഹായായി ക്രിസ്തുവായി മാറി. അതുകൊണ്ടാണ് 1 തിമോത്തി 2:5 പറയുന്നത്, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിന് ഒരാഗ്രഹമേ ഉള്ളൂ. അതാണ് 1 തിമോത്തി 2:4 വായിക്കുക. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുക. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ഒരുവൻ പോലും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ സത്യം അറിയണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുക. ഏതാണ് സത്യം? തൻ്റെ മകൻ ലോകം മുഴുവന്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് ജനിച്ചതും തൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു എന്നുള്ള ആ ഒരു സദ്വാർത്ത എല്ലാവരും അറിയണമെന്നും അതിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ ദൈവം മനുഷ്യകുലത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആദിമ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈശോയുടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ വീണ്ടും അവിടുന്ന് യേശുക്രിസ്തുവിലൂടെ നമ്മൾ ഓരോരുത്തരെയും നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും സ്ഥിരതയോടെ നിൽക്കുക, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെല്ലാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു, നമ്മെ മോചിപ്പിച്ചു കഴിഞ്ഞു എന്ന് വീണ്ടും യാക്കോബ് സ്ലീഹായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ നമുക്ക് സാധ്യമായി. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ ഒരു സദ്വാർത്ത, ഈ ഒരു രക്ഷാകര വാർത്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് പതിപ്പിക്കണേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. പിതാവായ ദൈവം തന്റെ പുത്രന് നൽകിയ മഹത്വീകൃത നാമങ്ങൾ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അതിലൂടെ അവൻ അവിടുന്ന് എൻ്റെ രക്ഷകനായിട്ട് മാറുന്നു. മരിച്ച് ഉയർത്തതിലൂടെ അവൻ എൻ്റെ കർത്താവായി മാറി. അവൻ വീണ്ടും മഹത്വീകരിക്കപ്പെട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇന്നും മധ്യസ്ഥനായി പിതാവിന്റെ സന്നിധിയിലിരിക്കുമ്പോൾ അവിടുന്ന് മിശിഹായായി ക്രിസ്തുവായി മാറുന്നു. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ഈശോ മിശിഹായ് എന്ന് പറയുന്നത്. അവൻ രക്ഷകനാണ്, കർത്താവാണ്, മിശിഹായാണ്. പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ ആ രക്ഷയുടെ ആഴവും പരപ്പും ആസ്വദിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇവിടെ സാക്ഷ്യം പറഞ്ഞ നമ്മുടെ സഹോദരൻ രാജേഷ് അബ്രഹാം എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിലൂടെ അനുഭവിച്ച, ഈശോയിലൂടെ അനുഭവിച്ച ആ രക്ഷ സ്വന്തമാക്കിയതിന്റെ ആനന്ദം. ഈ രക്ഷയുടെ ആനന്ദത്തിലേക്ക് ഈ രക്ഷ ഒന്ന് സ്വന്തമാക്കി, യഥാർത്ഥത്തിൽ ഒന്ന് സ്വന്തമാക്കിയാൽ അതിന് പകരം വെക്കാനായിട്ട്, ഈ ഒരു ആനന്ദത്തിന് പകരം വെക്കാനായിട്ട് നമ്മുടെ ജീവിതം മറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഈ രക്ഷ ഒന്ന് സ്വന്തമാക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. വളരെ നല്ല സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്ത തോമസ് ചേട്ടാ, താങ്ക് യു. അടുത്തതായി വൈൻഡപ്പ് സെഷൻ ചെയ്യുന്നതിനായി പ്രൊഫസർ CC ആലിസൂട്ടിയെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ആലിസൂട്ടി ആന്റി, കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാം നല്ല വിശദമായിട്ട് മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാകാൻ എല്ലാം അവർ 3 പേരും നല്ല ഭംഗിയായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സമയം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമൊക്കെ ആയെന്നറിയാം. നമുക്ക് ഈശോ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനെ നശിപ്പിക്കാനായിട്ട് വന്ന ഈശോ ഈ ലോകത്തിന്റെ അധികാരിയായിരുന്നവനെ പുറന്തള്ളി ആ
സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും സ്വന്തമാക്കി ഈശോ നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് അവരെല്ലാരും പറഞ്ഞു ഈ ഒരു വലിയ സത്യം. അതായത് ഈ സത്യം നമ്മൾ ശരിക്കും നമ്മളോട് അറിഞ്ഞിട്ട് ആ അറിവാണ് നമ്മളെ ഈ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും. ഒരു പ്രാവശ്യം കൂടി ശാന്തമായിട്ടൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോ 10-30 കൊല്ലമായി ക്ലാസ്സുകൾ എടുക്കുന്നതാണെങ്കിലും ഇതിന്റെ ലിങ്ക് വന്ന ഉടൻ അത് തുറന്നു വെച്ച് ഞാനിത് കേൾക്കും. നാളെ രാവിലെ ഇനി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ കേൾക്കും. നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുന്നതല്ല, ഇന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല, പിന്നീട് പല പ്രാവശ്യം ഇതൊക്കെ ഒന്ന് കേട്ട് ഇതൊക്കെ നമ്മുടേത്. അതായത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിന്റെ പൂർണ്ണതയിലുള്ള പ്രസംഗം ഈശോയെ രക്ഷകനും കർത്താവും മിശിഹായുമായിട്ട്, അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് മഹത്വീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ഈശോ നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ മിശിഹ ക്രിസ്തുവാണ് എന്നൊക്കെ തോമസ് പറയുകയായിരുന്നു. എല്ലാവരും പറഞ്ഞിവിടെ എല്ലാം മനോഹരമായി. ഈ ഒരു വലിയ സത്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ഒത്തിരി അങ്ങ് ഫ്രീ ആകും. നമ്മളെ അവിടുന്ന് വീണ്ടെടുത്തതാ, വാങ്ങിച്ചതാ. അതായത് മരണത്തിന്റെ മേൽ അധികാരമുള്ളവനെ അവൻ പരാജയപ്പെടുത്തി. ഈ ലോകത്തിന്റെ മേൽ അധികാരമുണ്ടായിരുന്നവനെ ഈശോ ആ അധികാരം വീണ്ടെടുത്ത് എല്ലാ അധികാരവും ഈശോയുടെ കരങ്ങളിലാണ് എന്നുള്ള ഒരു വലിയ സത്യം ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു പ്രാവശ്യം കൂടെ കേൾക്കാം. എല്ലാവർക്കും ശരിക്കും വലിയ അനുഗ്രഹം, ഈ ഒരു സത്യം ഗ്രഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന വാക്കുകളോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രക്ഷകനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് ഈശോയിലൂടെ കൈവന്നു. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാമം ഉണ്ടെന്നാണ്, അല്ലേ? അപ്പൊ ആ രക്ഷ നാളത്തെ ക്ലാസ്സിലൂടെ ഇതെങ്ങനെ നമ്മുടേതാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ എങ്ങനെ നമ്മളെ രക്ഷിച്ചതെന്നുള്ളത് ഇതൊരു പ്രാവശ്യം കൂടെ കേട്ടുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു അലിസുട്ടേന്റെ. സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി റവറന്റ് ഫാദർ തോമസ് തറയലിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നലെ വാസ്തവത്തിൽ കയറേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ കയറിയിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് മാത്യുച്ചൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ സമയമായിരിക്കുന്നു. നമ്മൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ കരിക്മായുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കുകയാണ്. അത് ഒരു ബൗദ്ധികമായ പഠനം എന്നതിനേക്കാൾ ഉപരി കുറെ കൂടെ നമ്മുടെ ഒരു വ്യക്തിപരമായ അനുഭവമാക്കി തീർക്കുവാൻ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പെസഹ കാലത്താണ്, പുനരുദ്ധാന കാലഘട്ടത്തിലാണ്. നമ്മുടെ രക്ഷയുടെ പൂർണ്ണതയാണ് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം. ആ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് ഈ ദിവസങ്ങളിലെ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് വീണ്ടും വീണ്ടും നമ്മളുടെ പ്രാർത്ഥനയുടെയും പരിചിന്തനത്തിന്റെയും ഒക്കെ വിഷയമാക്കുവാനും, എല്ലാറ്റിലും ഉപരി നമ്മളുടെ വിശ്വാസ പരിശീലന രംഗത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവ അധിഷ്ഠിതമായ, ക്രിസ്തുവാനുഭവ അധിഷ്ഠിതമായ ഒരു ബോധവൽക്കരണം നൽകുവാനായിട്ട് നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ മതബോധന രംഗത്തെക്കുറിച്ചൊക്കെയുള്ള പൊതുവായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ പറയുന്ന ഒരു കാര്യം അതാണ്. 10, 12, 13, 15 വർഷമൊക്കെ നമ്മുടെ കുട്ടികൾ മതബോധനത്തിൽ അല്ലെങ്കിൽ വിശ്വാസ പരിശീലന പ്രക്രിയയിലൂടെ കടന്നു പോയിട്ട് അത് ജീവിതാനുഭവമായിട്ട് പലപ്പോഴും മാറുന്നില്ല. അത് പിന്നെ ക്രിസ്തുവിനെ കൂദാശയിൽ അനുഭവിക്കുവാനും സാമൂഹ്യ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനും ഒക്കെ പലപ്പോഴും സാധിക്കാതെ വരുന്നു. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ വരുമ്പോൾ അത് വിശ്വാസവും വിശ്വാസ രഹസ്യങ്ങളും വിശ്വാസ സത്യങ്ങളും കൂദാശകളും കൂദാശ അനുഭവങ്ങളും എല്ലാം മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. 100% അതങ്ങ് ശരിയല്ല എങ്കിൽ പോലും കുറേയൊക്കെ അത് ശരിയുമാണ്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ വാസ്തവത്തിൽ വിശ്വാസ പരിശീലകരായ നിങ്ങൾക്ക് അത് വലിയൊരു അനുഭവമാക്കി തീർക്കുവാൻ, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിന്റെ രക്ഷാകര അനുഭവം, അത് പാവവും പാപത്തിൽ നിന്നുള്ള വിടുതലും ആ വിടുതലിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മോചനവും ആ മോചനത്തിന്റെ രക്ഷാകര അനുഭവവും കർത്താവിന്റെ ഉദ്ധാനത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു വിളി,
അത് ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നന്ദിയോടെ നമുക്ക് കർത്താവിന്റെ പക്കലായിരിക്കാം. ഇന്നിപ്പോൾ നമ്മൾ കേട്ട ആ സഹോദരന്റെ ജീവിത സാക്ഷ്യവും ഒക്കെ നമുക്ക് വലിയ അനുഭവമാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുക, അവരെ നമുക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ആ വിശ്വാസം ഒരു അനുഭവമാക്കി വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. ഈ കോഴ്സ് ക്രമീകരിച്ച മാത്യുച്ചനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ആലിസൂട്ടി ചേച്ചിക്കും മറ്റ് കരിഗ്മ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു, പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുന്നു. നമുക്ക് ഈ രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കരുണാനിധിയും സ്നേഹസ്വരൂപനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിമിഷം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ വിദൂരങ്ങളിലും സമീപസ്ഥമായ ഇടങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് എന്നാൽ ഈ സാങ്കേതിക വിദ്യയിലൂടെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്നുവല്ലോ. പരസ്പരം കേൾക്കുവാനും അറിയുവാനും പഠിക്കുവാനും അത് അനുഭവമാക്കി തീർക്കുവാനും ഒക്കെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം അനുഭവമാക്കി തീർന്നുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്നേഹിതനായി ജീവിതത്തിൽ കൂടെ കൂട്ടിക്കൊണ്ട് എപ്പോഴും എല്ലായിടത്തും ജീവിക്കുവാൻ, ജീവിത അന്ത്യം വരെ യേശുവിൻ്റെ ഉത്തമ സ്നേഹിതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് ഇവയെല്ലാം ഞങ്ങൾക്ക് സഹായകമായി തീരണമേ എന്ന് ഞങ്ങളെ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ദൈവിക രഹസ്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അമ്മയുടെ ആ മാധ്യസ്ഥം പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അമ്മ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ സഹായവും സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു തോമസ് അച്ഛാ, താങ്ക് യു വെരി മച്ച്. സമാപന ഗാനത്തിനായി കാതറിനെ ക്ഷണിക്കുകയാണ്. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവം എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടും. ഇന്നലകൾ വന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നോർക്കുകയായിരുന്നു. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവ സ്നേഹമേ സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ
കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം.